കായിക വാർത്തകളുമായി ജീനയാണ് ചേരുന്നത്. ഗുഡ് മോർണിംഗ് ജീന. ഗുഡ് മോർണിംഗ് സൈഫു. ജീന, ഇന്നലെ രാത്രി UCL ചാമ്പ്യൻസ് ലീഗിൽ നിരവധി മത്സരങ്ങൾ, പ്രധാനപ്പെട്ട ടീമുകളൊക്കെ കളത്തിലിറങ്ങിയ സമയം കൂടിയായിരുന്നു. ഒപ്പം ക്രിക്കറ്റ് ക്രീസിലേക്ക് പോയാൽ വനിതാ ലോകകപ്പ് ഉണ്ട്. എല്ലാ വാർത്തകളും ഉണ്ടോ? എല്ലാ വാർത്തകളും ഉണ്ട് സൈഫു. ഏതായാലും വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം എന്നതാണ് സന്തോഷകരമായ വാർത്ത. എല്ലാ വാർത്തകളിലേക്കും എത്താം. സ്വാഗതം. വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയെ 59 റൺസിനാണ് തോൽപ്പിച്ചത്. ഓൾറൗണ്ട് പ്രകടനവുമായി കളം നിറഞ്ഞ ദീപ്തി ശർമ്മയാണ് ഇന്ത്യയുടെ വിജയശില്പി. അർദ്ധ സെഞ്ചുറി നേടിയ ദീപ്തി ബൌളിംഗിൽ 3 വിക്കറ്റും സ്വന്തമാക്കി. മഴ കളി തടസ്സപ്പെടുത്തിയതോടെ 47 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 269 റൺസ് എടുത്തു. 53 പന്തിൽ 3 ഫോർ അടക്കം 53 റൺസ് എടുത്ത ദീപ്തി ശർമ്മയും 56 പന്തിൽ 1 സിക്സും 5 ഫോറുമടക്കം 57 റൺസ് എടുത്ത അമൻജോതും ഇന്ത്യൻ നിരയിൽ തിളങ്ങി. 7-ാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് നേടിയത് 103 റൺസ്. ഇന്ത്യ 8 വിക്കറ്റ് നഷ്ടത്തിൽ 269 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ലങ്കയെ 45.4 ഓവറിൽ 211 റൺസിന് ഇന്ത്യ പുറത്താക്കി. 3 വിക്കറ്റ് എടുത്ത ദീപ്തി ശർമ്മ ബൌളിംഗിലും തിളങ്ങി. 43 റൺസ് എടുത്ത ക്യാപ്റ്റൻ ചമാരി അത്തപ്പത്തുവാണ് ലങ്കയുടെ ടോപ്പ് സ്കോറർ. നീലാക്ഷിക സിൽവ, ഹർഷിത സമരവിക്രമ എന്നിവരും ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തു. ഇന്ത്യക്കായി സ്നേഹറാണ, ശ്രീചരണി എന്നിവർ 2 വിക്കറ്റ് വീതവും നേടി. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1. വനിതാ ഏകദിന ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ ഇന്നിറങ്ങും. ന്യൂസിലാൻഡാണ് എതിരാളികൾ. 8ാം കിരീടം ലക്ഷ്യമിട്ടാണ് ഓസീസ് ഇറങ്ങുന്നത്. ഇൻഡോറിൽ വൈകിട്ട് 3-നാണ് മത്സരം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിനും ബയേൺ മ്യൂണിക്കിനും തകർപ്പൻ ജയം. കിലിയൻ എംബാപ്പയുടെ ഹാട്രിക് മികവിൽ കൈറാറ്റിനെതിരെ എതിരില്ലാത്ത 5 ഗോളിനാണ് റയലിന്റെ ജയം. പാഫോസിനെ 1-നെതിരെ 5 ഗോളിനാണ് ബയേൺ പരാജയപ്പെടുത്തിയത്. ഗാലറ്റസറായിനെതിരെ ലിവർപൂൾ അപ്രതീക്ഷിത തോൽവി വഴങ്ങി. എതിരില്ലാത്ത 1 ഗോളിനാണ് ഗാലറ്റസറായി ലിവർപൂളിനെ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ എതിരില്ലാത്ത 1 ഗോളിന് ചെൽസി ബെൻഫിക്കയെയും പരാജയപ്പെടുത്തി. ഇന്ന് ബാഴ്സലോണയും PSG തമ്മിൽ ഏറ്റുമുട്ടും. മറ്റൊരു മത്സരത്തിൽ ആഴ്സണൽ ഒളിമ്പിയാക്കോസിനെയും നേരിടും. ഇനി സൂപ്പർ ഫുട്ബോൾ. കേരളം വീണ്ടും പന്തുകളിയുടെ ലഹരിയിലേക്ക്. സൂപ്പർ ലീഗ് കേരള 2ാം സീസണ് നാളെ കിക്ക് ഓഫ്. കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ കാലിക്കറ്റ് FC ഫോഴ്സ കൊച്ചിയെ നേരിടും. രാത്രി 8 മണി മുതലാണ് മത്സരം. കേരള ഫുട്ബോളിൽ ചരിത്രമാറ്റത്തിന് തുടക്കമിട്ട സൂപ്പർ ലീഗ് കേരളയുടെ 2ാം വരവ് ഗംഭീരമാക്കാൻ ഒരുങ്ങുകയാണ് സംഘാടകർ. കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് കാലിക്കറ്റ് FCയും ഫോഴ്സ കൊച്ചിയും തമ്മിലുള്ള ഈ സീസണിലെ ആദ്യ പോരാട്ടം. വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ റാപ്പ് ഗായകൻ വേടൻ ഉൾപ്പെടെയുള്ള കലാകാരന്മാരുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ അരങ്ങേറും. സൂപ്പർ ലീഗിന്റെ ഇത്തവണത്തെ തീം സോങ് വേടൻ ലോഞ്ച് ചെയ്തു. അതിരുകളറിയാതെ ഉരുളും പന്തേ, അധിപനും അധമനും ഒന്നായ പന്തേ. എന്ത് കളി, പന്ത് കളി ആദ്യകാലത്ത് വന്ന. പ്രഥമ സീസണിൽ കളിച്ച കണ്ണൂർ FC, കാലിക്കറ്റ് FC, തൃശൂർ മാജിക് FC, മലപ്പുറം FC, ഫോഴ്സ കൊച്ചി FC, തിരുവനന്തപുരം കൊമ്പൻസ് FC ടീമുകളാണ് 2ാം സീസണിലും പോരാടാനിറങ്ങുന്നത്. കഴിഞ്ഞ തവണ 4 വേദികളിൽ നടന്ന മത്സരം ഇത്തവണ 6 വേദികളായി ഉയർത്തിയിട്ടുണ്ട്. കണ്ണൂരിനും തൃശൂരിനും ഇത്തവണ സ്വന്തം ഹോം ഗ്രൗണ്ടുകളിൽ കളിക്കാം. 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ലീഗിൽ ഫൈനലടക്കം 33 മത്സരങ്ങളാണുള്ളത്. ഡിസംബർ 14 നടക്കുന്ന കലാശപ്പോരാട്ടത്തോടെ ലീഗിന് കൊടിയിറങ്ങും. ലാസ്റ്റ് ഇയർ നമ്മുടെ 4 വെന്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്, വിച്ച് വാസ് കൊച്ചി, കാലിക്കറ്റ്, മലപ്പുറം ആൻഡ് ട്രിവാൻഡ്രം. ഈ കൊല്ലം ഞങ്ങൾ 6 വെന്യൂ എന്നാണ് ചെയ്യുന്നത്. ബിക്കോസ് വി വോണ്ട് ടു ബി മോർ ക്ലോസർ ടു ദ ഫാൻസ് ഓഫ് ഈച്ച് സിറ്റി. 6 ടീമുകളിൽ നിന്നായി 186 കളിക്കാരാണ് ഈ സീസണിൽ ബൂട്ട് കെട്ടുന്നത്. ഇതിൽ 100 മലയാളി താരങ്ങളും ഉൾപ്പെടും. കേരളത്തിലുള്ള പ്ലെയേഴ്സും ഫോറിൻ പ്ലെയേഴ്സ് ആയിട്ടാണേലും ഫോറിൻ കോച്ചസ് ആയിട്ടാണേലും ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുക, കൂടുതൽ ഹയർ ലീഗിലേക്ക് പോകാനുള്ള ഒരു പൈപ്പ് ലൈനായിട്ട്, ഒരു ഫീഡർ ലീഗായിട്ട് ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുക. എല്ലാ മത്സരങ്ങളും സോണി സ്പോർട്സ് നെറ്റ്വർക്ക് സംപ്രേഷണം ചെയ്യും. sports.com വഴിയാണ് ലോകമെമ്പാടും മത്സരം ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നത്. മീഡിയ 1 കോഴിക്കോട്.